ഈറ്റങ്ങളെ കാണായല്ലോ. 2 ദിവസായി പോയിട്ട്. ഈ ഇന്ന് ഞാനിവിടെ ഒറ്റക്ക് നിക്കാന്ന് വെച്ചാല് ഇമ്മ ആരാണ് ഇപ്പൊ എത്തി നോക്കണത്? എല്ലെന്നോ നിങ്ങൾ ആരാണ് ഇങ്ങനെ എത്തി നോക്കണത്? ഏയ് അതെ, ഇന്റെ മരിയോളെ നോക്കിയേന്നേ. ഓളിപ്പോ പോയിട്ട് 2-3 ദിവസം ആയേ. ഇന്ന് വരൂലേ നോക്കാണെങ്കിൽ വിളിക്കാനും ചോദിച്ചാനും പറയാനും ഒന്നും ഓളെ നമ്പറും നിശ്ചയില്ല, ഒന്നും നിശ്ചയില്ല. എന്താ കാട്ടുകന്നൊക്കെ ഒരു പുടുത്തം അറിയില്ല. ഇന്നലെ നല്ലോ ഇടിയും മയും പൊട്ടി പെയ്തീനല്ലോ, ഇജ്ജ് കണ്ടീനീലേ? ഇക്കാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒറ്റക്ക് കിടന്നിട്ട് ഭയങ്കര വേജാറ്. ഓള് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം, സ്കൂളൊക്കെ പൂട്ടിയതാണ്, കുട്ടികൾക്ക് നിൽക്കും ചെയ്യാ, ഓർക്ക് ഓരോ ഉമ്മമാനെ കാണാൻ പൂതിണ്ട് പറഞ്ഞിട്ട് പോയതാണ്. 3 ദിവസമായിട്ട് ഓളെ കാണാനില്ല. ഇക്കാണെങ്കിൽ പള്ളേല് നല്ലോണം കത്തി കാണുന്നുണ്ട്. ഓളൊന്നും വിളിച്ചു നോക്കിയിട്ടും കൂടിയില്ല ഞാൻ ഇവിടെ എന്താ ചെയ്യണെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിച്ചാൽ മതി. എൻ്റെ കയ്യിലെങ്ങാനും ഓളെ നമ്പർ ഉണ്ടോ ഒന്ന് വിളിച്ചു നോക്കാന്? അപ്പോഴും വന്നീലേ? സത്യം പറഞ്ഞാലേ മടുത്തുക്കണക്ക് ഓളെ ഈ കാട്ടിക്കൂട്ടലും ആദ്യം ഇതൊക്കെ പാടെ കണ്ടിട്ട് മടുത്തുക്കണ്. ഇതിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞതാണ് ഓള്. 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ്, കൊറേ ദിവസം കഴിഞ്ഞ്. മനസ്സിന് പള്ളേല് കത്തിക്കാളിയിട്ടാണ് ഇതിനെക്കാട്ടി അപ്പുറം. ഓള് കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയോ ഫ്രിഡ്ജിൽ വെച്ചിങ്ങാണ്ട് പറഞ്ഞ് ഇതുകൊണ്ട് ചൂടാക്കി കുടിച്ചാൽ മതിട്ടാന്ന് പറഞ്ഞ്. ഇക്കുണ്ടോ ഈ ചൂടാക്കി കുടിച്ചിട്ടുള്ള ശീലം? എനിക്ക് ഈ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോഴേ കയ്യും കാലൊക്കെ ഭയങ്കര വേദനയാണ്. ഞങ്ങളാരും ഇന്നലെ വരാഞ്ഞത്, ഇവിടെ വന്നിട്ടുണ്ടാവുന്ന കരുതിയിട്ട് വരാഞ്ഞത്. അല്ലെ നിക്കലിയല്ല അങ്ങനെ പോയിട്ട്. ഇതിപ്പോ എന്താ താത്താക്ക് പറ്റിയാണാവല്ലേ? ഒന്നാമത് ഈ വാദത്തിന്റെ സൂക്കടുണ്ട്. അതേ കൊറേ നേരമായി ഞാൻ ഇങ്ങനെ നോക്കണ്, ഇപ്പൊ വരൂ ഇപ്പൊ വരൂ ഇപ്പൊ വരൂ. ഇന്നലെയും കൊറേ നേരം നോക്കി. അല്ലേലും ഇപ്പൊ അവൾക്ക് കൊണ്ട് വന്നൂടെ? ഈ വയസ്സായി ഞാൻ ഒറ്റക്ക് അതിന്റെ ഉള്ളിലുള്ളത് നോക്കൾക്ക് ആലോചിച്ചൂടെ? ഇമ്മാക്ക് മോൻ വിളിക്കലില്ലേ ഉമ്മാന്റെ? മോൻ വിളിച്ചിട്ട് കുട്ടിയെ കാലങ്ങളോളം അയക്കണം. ഇങ്ങനത്തെ ഒരു തള്ള ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ഓൾക്കറിയില്ല. മോൻ വിളിക്ക. ഞങ്ങളെ കടമ തീർന്നീലേ? ഉമ്മാന്റെയും ഇപ്പാന്റെയും കടമ തീർന്ന്. ഓരെ പ്രസവിച്ച് വലുതാക്കി പെണ്ണും കെട്ടിച്ചെടുത്ത് ആ കടമ തീർന്നീലേ? പിന്നെ ഓർക്കാണ്ടി ആയപ്പോ പിന്നെ ഓർക്ക് തള്ളെന്തിനാ തന്തെന്തിനാ കഴിഞ്ഞ്. ആരോട് പറയാന്? ഓളിന്നെ നല്ലോണം ചീത്ത അറിയും. കണ്ണ് പൊട്ടുന്ന ചീത്ത അടിക്കണേന് ബതിൽക്കാണ്. ഞാൻ അങ്ങനെ ആലോചിക്കും, ഇതിന് മാത്രം ഞാൻ എന്താ ഓളോട് ചെയ്തേന്ന്. വയ്യാതായി തുടങ്ങിയില്ലേ? ഇനിയിപ്പോ പറ്റക്കെടുപ്പിലായാലും ഓളെന്നെ നോക്കണ്ടേ? അതുകൊണ്ടായിരിക്കും എത്ര നേരമായി ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തിക്കണെന്നറിയാം. അല്ലെങ്കിൽ ഓളൊന്ന് വിളിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിച്ചാലും മതി. ഇമ്മാക്ക് അവിടൊക്കെ വന്നിരുന്നൂടെ? ഞങ്ങൾ ഏതായാലും അവിടെ ഒറ്റക്കാണ്, അവിടൊക്കെ ഒന്ന് വന്നിരുന്നൂടെ ഉമ്മ? നിങ്ങളിപ്പോ എത്ര നേരം വെച്ചിട്ടാണ് ഈ വെയിലും കൊണ്ടിട്ട് ഇങ്ങനെ നിക്കല്? എന്തോ ഒരു വെയിലാണ്. ഞാൻ എന്താ ചെയ്യണെന്നെങ്കിലും ചോദിച്ചിട്ട്. ഇന്നലെ നല്ല ഒരു ഇടിയും മായി ഒക്കെ ഉണ്ടായപ്പോഴേ നല്ല പേടിയായി. എനിക്ക് ഇപ്പൊ തുടങ്ങിയതാണ് ഈ ഒറ്റക്ക് നിൽക്കാനൊക്കെ പേടിയായി. ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായില്ല. ഇപ്പൊ ഈ ഷുഗറും പ്രഷറും ഇല്ലാത്ത കുന്ത്രാണ്ടങ്ങളൊന്നും ഇല്ല കുട്ടിയെ. അപ്പൊ ഈ ഇടക്കിടക്ക് ഈ തല ചിറ്റലും ഇതൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ തന്നെ വെച്ചുണ്ടാക്കലും തിന്നലൊക്കെ. ഞാൻ ഓളെ കാത്തിക്കലൊന്നും ഇല്ല. ഇപ്പൊ കുറച്ചായിട്ട് ഒന്നിനും വെച്ച പാത്രം എടുക്കുമ്പോഴൊക്കെ കയ്യും കാലൊക്കെ ഒരു മരയിപ്പ് അങ്ങോട്ട് വീണു പോവും കൈക്കുന്ന്.
എന്താ പറയാ, ഇജ്ജ് ചോദിച്ചില്ലേ ഇന്റെ ആള് നിങ്ങളെ മോൻ വിളിക്കലുണ്ടോന്നുള്ളത്. എന്റെ കുട്ടീന്റെ കൂറ്റ് കേൾക്കാൻ പോന്നിയേക്കണ. എത്ര കാലായി എന്നറിയാൻ വിളിച്ചിട്ട്. ഓളോട് ഞാൻ പറയുന്ന വിളിച്ചെന്നാളാണ്. ആര് വിളിച്ചായിരുന്നു? എല്ലാവർക്കും മടുപ്പാണ്. എനിക്കൊരു മകളുണ്ട്, മകന്റെ ഫോട്ടോ. ഓള് ഇങ്ങനത്തെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും അറിയില്ല. അവൾക്ക് മാപ്പിള്ള കിട്ടിയപ്പോ മാപ്പിളോടെയാണ്. ഞാൻ ഇങ്ങനെ ഒരു പാഴ്വസ്തു ഇങ്ങനെ നടക്കണം. അൻ്റെ കഞ്ഞിവെള്ളം ഉണ്ടാ? കൊറ്റ് കഞ്ഞിവെള്ളം തരുമോ? ആ, കഞ്ഞിവെള്ളം ഞാൻ തരാ. കഞ്ഞിവെള്ളം ഉണ്ട്, ഞാൻ ഇപ്പൊ ചോറ് വാർത്ത വെച്ചിക്കണേ. ഇക്ക് വയറ് കത്തി കളിയിട്ട് വെച്ച്. ഓള് ഇവിടെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചെന്ന ഈ സാധനങ്ങളൊക്കെ കഴിഞ്ഞിക്കണ്. ഇക്കാണെങ്കിൽ ആ കുന്ത്രാണ്ട കത്തിക്കാനും വലിയതില്ല. കുറേ ഗ്യാസ് തുറന്നതിന്റെ ശേഷമാണ് ആ സാധനം ഇങ്ങനെ പൊട്ടിച്ചിട്ട് കത്തുള്ളൂ. അതിലൊരു ഇതിട്ടാണ്ട്. 3 മക്കളില്ലേ? ആ, പടച്ചോൻ 3 മക്കളെ തന്ന്. 3 ആളും 3 വൈക്ക്. മൂത്തോനെ പെണ്ണുങ്ങളെയും കൊണ്ട് ഗൾഫ് പോയിക്ക കൊല്ലങ്ങളായി. ഓന്റെ മക്കളും വിളിക്കലില്ല, ഓനും വിളിക്കലില്ല, ഓന്റെ പെണ്ണുങ്ങളും വിളില്ല. ഞാൻ മരിക്കണേന്റെ ഇടയ്ക്ക് എന്റെ മക്കളും മുഖമൊക്കെ ഒന്ന് കണ്ടാ മതിയായിരുന്നു. അതിന് മാത്രം ദ്രോഹം ഞാൻ എന്റെ മക്കൾക്ക് ചെയ്തിട്ടില്ല. എന്തൊക്കെയാ മങ്ങളീ പറയണത്? നിങ്ങളെ മക്കൾക്ക് നിങ്ങളോട് സ്നേഹക്കുറവൊന്നും ഉണ്ടാവൂല. ചിലപ്പോ പണിത്തിരക്കും കാര്യങ്ങളും കൊണ്ടൊക്കെ ആവും. എന്റെ കഞ്ഞി പോയപ്പോ കഴിഞ്ഞൊക്കെ അങ്ങേരുണ്ടായി നന്നേ, ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ പൊന്നു പോലെ കണ്ടറിഞ്ഞിരുന്നത്. മക്കള് എന്റെ ഈ മൂത്തോണ്ടല്ലോ എന്തോ രസം ഉണ്ടായിന്ന് അറിയാൻ. എനിക്ക് തുടുത്തിട്ടേന്ന് ഇമ്മാന്ന് വെച്ചുകൊണ്ട് എന്റെ മുന്നിന്നും ബാക്കൊന്നും മാറൂലായിരുന്നു. ഒരു പ്രായം വരെ എന്റെ കൂടെ ഉണ്ടായി. പക്ഷെ ഓൽക്കാണ്ടി ആയപ്പോളെ ഒരു വലുതായി. ഇപ്പൊ കളവിനൊന്നും ആവശ്യമില്ല. ഇന്നൊരു വേജാറ്, ഇടിമയൊക്കെ രാത്രി ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി. ഇന്നലെ തന്നെ ഞാൻ നേരം വെളുക്കോളം ഉറങ്ങിയിട്ടില്ല കുട്ടിയെ. പേടിച്ചിട്ട് കുറെ വാതുക്കൊക്കെ നോക്കുവേ. അല്ലെങ്കിൽ ഓൾക്കൊന്ന് ചിന്തിച്ചൂടെ ഈ വയസ്സായി ഞാൻ ഒറ്റക്കാണെന്നുള്ളത്. എന്റെ അടുത്തോളം മൂത്ത കുട്ടീനെങ്കിലും ഒന്ന് ആക്കി തന്നൂടെ. ഇതിപ്പോ നെഞ്ഞിങ്ങനെ വിടക്കുകയാണ് ഓള് വരാതാവുമ്പോളെ. ഇനിയിപ്പൊ ഇതിന്റെ ഉള്ളിൽ കിടന്ന് മരിച്ചാണെങ്കിലും വെള്ളം കിട്ടാതെ മരിക്കണ്ടില്ല. അതാലോചിച്ചിട്ടാണ് ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇതിന് മാത്രം എന്ത് തെറ്റാണ് എന്റെ മക്കളോടും മരുക്കളോടും ഞാൻ ചെയ്തത്? ഈ പ്രായമായത് അസുഖം വന്നത് എന്റെ കുറ്റാണ്. എനിക്കറിയണ എന്റെ മൂത്തോനെ ഒരു മുട്ടായിന്റെ കണ്ടം കിട്ടുകയെന്നുണ്ടെങ്കിൽ എമ്മച്ചീന്ന് അനങ്ങാണ്ട് കൊടുന്നു തരുമായിരുന്നു. ഇടക്കായി ഞാൻ ആലോചിക്കും, ആ ഓനാണിപ്പോ പെണ്ണുങ്ങളെയും കുട്ടികളായിട്ട് ഇമ്മയും വേണ്ട നനങ്ങാണ്ട് നടക്കണത്. എന്നും ഇവിടുന്ന് പോയതാന്നറിയാം. ഇവിടുത്തെ ഇപ്പൊ മരിച്ചെന്ന് പോയതാണോ ഓന്. ഇന്നോ വന്നിട്ടില്ല, ഇക്ക് വിളിച്ചിട്ടില്ല. ഇവളോട് ഞാൻ ഇടക്ക് പറയും, ഇജൊന്ന് വിളിച്ചു നോക്കടി, എന്റെ കുട്ടിക്ക് ഒന്ന് വിളിച്ചു നോക്കുന്ന. അവള് പറയും, എന്താ ഇത്ര തോന്നങ്ങൾക്ക് പറയാനുള്ളത്? ആ മകന്റെ സ്വസ്ഥത നിങ്ങൾക്ക് കെടുത്താനാണോ? എന്താ ഞാൻ ഒരു സ്വസ്ഥത കെടുത്തിയെന്നൊക്കെ അറിയില്ല. അല്ലെങ്കിൽ ഇവര് ഇനി ജീവിച്ചെത്ര കാലം വരെ ഞാൻ ജീവിക്കോ? ഒരു കഥ ചിന്തിച്ചാ പോരെ. ഉമ്മ ബേജാറാവണ്ട, ചിലപ്പോ ഒന്ന് വരുവേക്കാരോ. ഓർക്ക് ഉമ്മാന്റെ ഈ പ്രായം വരുമല്ലോ ഉമ്മ. വേണ്ട കുട്ടിയെ, ഇക്ക് ഞാൻ ഈ അനുഭവിക്കണ പോലൊന്നും എന്റെ മക്കൾ ആരും അനുഭവിക്കരുതെന്ന് ഞാൻ എപ്പോഴും പഠിച്ചവനോട് പറയല്. ഇതിന്റെ മൂത്ത കുട്ടികളെ ഫോട്ടോ കണ്ടിക്കണം, 3 എണ്ണത്തിന്റെ. എന്റെ പെണ്ണൊക്കെ നല്ലോ രസം ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഉണ്ട്. ഇജക്ക് കഞ്ഞോളം കൊടുന്നു തരൂലെ, അപ്പൊ ഞാനൊക്കെ കാണിച്ചു തരാം.
സങ്കടം കൊണ്ടാണ് കുട്ടിയെ. എനിക്ക് മരക്കളിന്നെ ഇങ്ങനെ കാട്ടണ എനിക്ക് സങ്കടമില്ല. പക്ഷെ എന്റെ മക്കളിങ്ങനെ കാട്ടുമ്പോ വേചാറ്. ഞാൻ എന്തെന്റെ കുട്ടികളോട് ഇത്ര ചെയ്തെന്ന് ഞാൻ ചിന്തിക്കാം. അവൾക്കൊന്ന് ചിന്തിച്ചാ പോരാ. കോളിങ്ങും മരുന്നൊക്കെ കുടിക്കണ തള്ളേ ഞാന്. ഒന്നും വേണ്ട, നാട്ടുകാരോട് കാട്ടണ സ്നേഹെങ്കിലും അവൾക്ക് എന്നോട് കാട്ടിക്കോടെ. ഇങ്ങനെ കരയല്ലിമ്മ. എങ്ങനെയായാലും ഓനെ അറിയാതിരിക്കൂലല്ലോ ഓള് പെരെ പോയി നിക്കണത്. അറിയാതിരിക്കൂലല്ലോ. അപ്പൊ ഓനും അറിഞ്ഞുകൊണ്ട് കളിക്കല്ലത്. ഞാൻ ഇവിടെ ഒറ്റക്ക് കിടന്ന് എന്തോ ചൈക്കോട്ടെ വെച്ചിട്ടല്ലേ. ഈ വലിയൊരു പേരന്റെ ഉള്ളിൽ ഞാൻ എങ്ങനെ കൊട്ടി ഒറ്റക്ക്. ഇടക്കും തലക്കും തല കറക്കും, ക്ഷീണും കേടും. എനിക്ക് പേടി ഉണ്ടായിന്നില്ല. വെച്ചുണ്ടാക്കാനൊക്കെ പറ്റി ഒറ്റക്ക് തിന്നാൻ പറ്റുന്നുണ്ടെങ്കിൽ പേടി ഉണ്ടായിനി. ഇപ്പൊ അതിനും വെച്ചാത്ത മട്ടാണ്. ഇജേ, ഓള് ഇന്ന് വന്നില്ലെങ്കിൽ ഇജിന്റെ കൂടെ കൂട്ട് കെടുക്കാൻ വരും. ഓള് വരണ വരെ മതി. പിന്നെ ഞാനീ പറഞ്ഞൊന്നും പറയരുതിട്ടോ ഓളോട്. ഞാൻ എന്തിനമ്മ പറയണത്? നിങ്ങള് വരി, നിങ്ങളെ ആ കൊലായ്മക്ക് ഇരുന്നോളി. ഞാനേ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം കൊണ്ടുവന്നേരാം. നിങ്ങൾ ഇങ്ങനെ ആ വെയിലും കൊണ്ടിട്ട് ഇനി വെറുതെ ഓരോ സൂക്കട് വരുത്തിയേക്കണ്ട. ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേരം നിങ്ങൾ അവിടെ പോയി ഇരുന്നോളി. ഞാൻ വരണ്ട് നിങ്ങളെ കൂടെ കെടുക്കാന്. നിങ്ങൾ അതുകൊണ്ട് ബേജാറാവണ്ട, ഞാൻ വരണ്ട്. അങ്ങോട്ട് വരി. പഠിച്ചോനെ, ഇതിന് ഒറ്റക്ക് ഇട്ടിട്ടാണല്ലോ ആ പമ്പർന്നോൾ അവിടെ പോയി നിക്കണത്. എന്തെങ്കിലും നട്ടപ്പാതിരക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആര് കാണുന്നു? റബ്ബേ, വാർത്തയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനൊക്കെ അനുഭവങ്ങള്. ഇതിപ്പോ നേരിൽ കാണുന്ന അവസ്ഥയാണല്ലോ റബ്ബേ.